2024 ഫെബ്രുവരി സമയത്ത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം PSC പഠനത്തിലേക്ക് മാറ്റി. സിലബസ് തീരത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ? സിലബസ് തീരുമെന്നുള്ള ടെൻഷൻ ഇല്ലായിരുന്നു. കാര്യം ഒരാൾക്കും സിലബസ് തീർക്കാൻ പറ്റില്ല. 1 മണിക്കൂർ പഠിച്ച ദിവസങ്ങളും ഉണ്ട്, 15-16 മണിക്കൂർ പഠിച്ച ദിവസങ്ങളും ഉണ്ട്. കുറേ സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സക്സസ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിഷേകാണ്. നിങ്ങൾക്ക് പലർക്കും സുപരിചിതനായ ഒരു വ്യക്തിയായിരിക്കും. കാരണം PSC പരീക്ഷ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ സ്വപ്നതുല്യമായി കാണുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വ്യക്തിയാണ് അഭിഷേക്. ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കുന്നതിൽ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ അതിന് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ആദ്യം തന്നെ ഒരു താങ്ക് യു പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അഭിഷേക്, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും കുട്ടികൾക്ക്. കാരണം റാങ്ക് 1 ആണ്, സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയാണ്, ഭരണശിലാ കേന്ദ്രത്തിലേക്കാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരിയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന, അല്ലെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുക. അപ്പം ഇങ്ങനെ പല 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 പ്രത്യേകതകളുള്ള പോസ്റ്റാണ്. അപ്പം ഈ ഒരു ജോലി കിട്ടിയപ്പോൾ, ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പിന്നെ വരാം. ജോലി കിട്ടിയപ്പോൾ എന്തായിരുന്നു ആ ഒരു ചിന്ത? ജോലി കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമായിരുന്നു. ഞാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഫോക്കസ് ചെയ്തല്ല ഞാൻ ആദ്യം പഠനം ആരംഭിച്ചത്. ശരി. അതിന് മുന്നേ ഉള്ള LD പരീക്ഷ ഫോക്കസ് ചെയ്താണ് ഞാൻ പഠനം ആരംഭിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ കൂടി ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതായത് ഒരു 10th ലെവൽ പരീക്ഷയാണ് ആദ്യം ഫോക്കസ് ചെയ്തത്, പക്ഷേ അവിടെ നിന്ന് ഡിഗ്രി ലെവലിലേക്ക് എത്തി. അതെ. അപ്പം ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയമായിരിക്കും. അതായത് ചില കുട്ടികൾ ഡിഗ്രി ലെവലിൽ തന്നെ പ്രതീക്ഷിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 4 മാസം 6 മാസം ഒക്കെ ഒരു ടൈം പീരീഡ് ഇട്ടിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. എത്ര നാൾ പ്രിപ്പറേഷന് വേണ്ടി ടോട്ടൽ കൊടുത്തിട്ടുണ്ട്? ആക്ച്വലി എൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണി പറയുകയാണെങ്കിൽ ഒരു 2017 മുതൽ പറയേണ്ടി വരും. പക്ഷെ 2017 പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് PSC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നത് 2017 ഓക്കെ. ഈ 2017 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്കൊരു സർക്കാർ ജോലി വേണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ PGക്ക് ആ വർഷം എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് കവർ ചെയ്യാനായിട്ട് ആൾക്കാരെല്ലാം ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു PSC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു, ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആവറേജ് PSC സ്റ്റുഡന്റ്. അതെ. അതൊരു 4-5 മാസം, പരമാവധി ഒരു 5 മാസമൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ PGക്ക് അഡ്മിഷനായി. ഞാൻ അതിലേക്ക് പോയി. ഞാൻ MSW ആണ് പഠിക്കുന്നത്. PG പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. സർക്കാർ സംവിധാനത്തിൽ കുറവാണെങ്കിൽ പോലും കോൺട്രാക്റ്റ് ആയിട്ടും വിദേശത്തുമൊക്കെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അപ്പം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ PG കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജോലി കിട്ടി, കോൺട്രാക്റ്റ് ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടി ഞാൻ സാമൂഹ്യനീതി വകുപ്പിലൊരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലാണ് എന്നെ അസൈൻ ചെയ്തത്. ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്തപ്പോഴത്തേനും ബാക്കി എല്ലാവരും പെർമനന്റ് സ്റ്റാഫ്, ഞാൻ കോൺട്രാക്ട് സ്റ്റാഫായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് സർക്കാർ ജോലി വേണം എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് ആദ്യമായിട്ട്. അതേത് വർഷമാണ്? അതൊരു 2022 2022 അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് അവരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇവിടെ ഇരിക്കരുത്, പഠിക്കണം, ഒരു പെർമനന്റ് പോസ്റ്റിലേക്ക് എത്തണം, കോൺട്രാക്ട് ജോലി ഒരു ട്രാപ്പാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ ഒരു സീനിയർ സൂപ്രണ്ടായിരുന്ന ഒരു പ്രമോദ് സാർ ഉണ്ടായിരുന്നു. അപ്പം സാറൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാറൊക്കെ എപ്പോഴും പറയും, നീ ഇതിലിരിക്കരുത്, മതിയാക്കി പോയി പഠിക്കുക എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. അപ്പം അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. പിന്നെ ഞാൻ ജോലി മാറി പോസ്റ്റ് ഓഫീസിൽ GDS എന്ന തസ്തികയിൽ ജോലിക്ക് വന്നു. നാട്ടിൽ ജോലിക്ക് വന്നു. ആ സമയത്ത് PSC പഠിക്കാം എന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് ആ ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു 2023 അവസാനം LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 24 LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ആ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്ക് ആ പരീക്ഷ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സാണ്, ശരിയാവണമെന്നില്ല. ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു PSC പഠിക്കുന്ന ഒരാൾക്ക് കിട്ടാൻ എളുപ്പമുള്ള പരീക്ഷകളിൽ ഒന്നാണ് LDC എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ സാധാരണ ഒരു പരീക്ഷകൾ നടക്കുമ്പോൾ, ഒരു സംസ്ഥാന തലത്തിൽ പരീക്ഷ നടക്കുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു 1000 പേർക്ക് സംസ്ഥാനത്ത് നിന്ന് മൊത്തത്തിൽ നിന്ന് നിയമനം കൊടുക്കുമ്പോൾ LDC പോലുള്ള പരീക്ഷകളിൽ ഒരു ജില്ലയിൽ നിന്ന് 1000-ന് പുറത്ത് ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജോലി മതി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് LDC പരീക്ഷയാണ്. അപ്പോൾ LDC പരീക്ഷ എങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ജോലി അതിനൊരു തടസ്സമായിരുന്നു. ജോലിയുടെ ഒപ്പം പഠനം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ
2024 ജൂലൈയിലാണ് LDCയുടെ പരീക്ഷ വരുന്നത്. 2024 ഫെബ്രുവരി സമയത്ത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം PSC പഠനത്തിലേക്ക് മാറ്റി. ആ LDC പരീക്ഷ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ വിചാരിച്ചു, LDC പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഫോക്കസ് ചെയ്ത് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നടന്ന മറ്റ് പരീക്ഷകളിലെല്ലാം റാങ്ക് ലിസ്റ്റിൽ വരാനും പല ജോലികളുടെ അഡ്വൈസും അപ്പോയിന്റ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു PSC ജേണി എന്ന് പറയുന്നത്. ശരി, അതായത് 2022 സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്ന ചിന്ത തുടങ്ങുന്നത് 2022 പക്ഷേ എങ്കിൽ പോലും സീരിയസ് ആയി പഠിച്ചു തുടങ്ങി 2024 ഓക്കെ. അതായത് ഒരു വർഷം കൊണ്ട് തന്നെ അല്ലേ, ഒരു വർഷത്തിനകത്ത് തന്നെ അഡ്വൈസ് മെമ്മോ വാങ്ങിയിട്ടുണ്ട് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2017 എക്സാമിന് രജിസ്റ്റർ ചെയ്ത് 2024 വരെ ഏതാണ്ട് എത്ര വർഷം എടുക്കും? ഒരു 7 വർഷം അല്ലെ, 7 വർഷത്തോളം സമയമുണ്ട്. അപ്പൊ ഈ 7 വർഷത്തെ സമയം ഒരു തരത്തിലും പ്രിപ്പയർ ചെയ്തില്ലെന്നാണോ, അതോ കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് പോയി എന്നാണോ? ഇതിൽ ഭൂരിഭാഗം വർഷങ്ങളിലും ഒരു തരത്തിലും പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജോലി വേണം എന്നുള്ള രീതിയിലല്ല ഞാൻ PSC പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ 2022 ശേഷം പിന്നെ ചെറിയ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചു തുടങ്ങി. സീരിയസ് ആയിട്ടൊന്നും അല്ല, എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പഠിച്ചു തുടങ്ങി. പക്ഷെ 2024 ഞാൻ കൃത്യമായിട്ട് സിലബസ് എടുത്തിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. സിലബസ് എടുത്തു വെച്ച് ആ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് വരുന്നത് 2024 ശേഷമാണ്. ശരി, അപ്പൊ ഒരു PSCയിലേക്ക് വന്ന ഒരു ജേണി കിട്ടി. ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളത് ഏതാണ്ട് 4 ലക്ഷം പേരോട് കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ LDC എക്സാം ആണെങ്കിൽ അതിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ ജില്ലാ വൈസ് ആണ്. ഇവിടെ ഒരു 4 ലക്ഷം പേരോട് കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ എന്തായിരുന്നു ഒരു സ്ട്രാറ്റജി ആയിട്ട് മനസ്സിൽ കണ്ടുന്നത്? ഇങ്ങനെ പോയാലാണ് കിട്ടുക, അതോ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണോ? ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് ശരി പഠിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ശരിയാണ് എന്ന് ആദ്യം നിശ്ചയിക്കാതെ ചെയ്തു പോകുമ്പോൾ തെറ്റ് വന്നാൽ അത് കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, ഒരു സ്ട്രാറ്റജി? ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു 10th ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നതും ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ 2 പരീക്ഷയും ക്രാക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 10th ലെവലിന് കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. പക്ഷെ ഒരു ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അതെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. രണ്ടിലും ഫാക്ച്വലും അനലിറ്റിക്കൽ സാധനങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ഇമ്പോർട്ടൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 10th ലെവലിന് പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും SCRT ടെക്സ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് വന്നപ്പോഴത്തേനും കുറച്ചുകൂടി ആ 10th ലെവലിന് പഠിച്ച കൺസെപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ കൺസെപ്റ്റ് കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഇറക്കി പഠിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അതായത് SCRT പഠിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളത്. അപ്പം SCRTയുടെ കവറിങ്ങും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ SCRT പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉണ്ട്. അതിപ്പോ ഡിഗ്രി ലെവൽ ആയാലും 10th ലെവൽ ആയാലും ആ ഒരു SCRTയുടെ കാര്യം പറയുമ്പോൾ SCRT ആണ് ബേസ്. അതെ, ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ ആ ബേസിൽ നിന്ന് നമുക്ക് മേലിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മൾ എടുത്തു ചാടി ഇപ്പൊ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം വലിയ മറ്റേ ഗൈഡുകളിലോട്ടൊക്കെ. ഇപ്പൊ UPSCക്ക് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ബിപിൻ ചന്ദ്രയുടെ വലിയ ബുക്കുണ്ട്. അതെ. പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്ക് നമ്മുടെ ലക്ഷ്മികാന്തിന്റെ പുസ്തകം. എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ രമേശ് സിംഗിന് പോലെ വലിയ ബുക്കുകളുണ്ട്. ഈ ബുക്കുകളിലോട്ട് എടുത്തു ചാടുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത്, മടുത്ത് പിന്നെ പഠനത്തിൽ നിന്നേ അങ്ങ് മാറിപ്പോകുന്നൊരു ശൈലിയുണ്ട്. അതിലും നല്ലത് ഇതാണ് അല്ലെ, SCRT പഠിച്ചു. അതിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു പ്രിപ്പറേഷനിൽ ഒരു റാങ്ക് ഫെയിലും ഇല്ല. ഈ സ്റ്റാൻഡേർഡ് ഇപ്പൊ സാറ് പറഞ്ഞ പല ടെക്സ്റ്റ് ബുക്കുകളും ഇല്ല എൻ്റെ പ്രിപ്പറേഷനകത്ത്. ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് എല്ലാ വിഷയത്തിനും നോട്ട് ഉണ്ടാക്കുമായിരുന്നു. ആ നോട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എനിക്ക് ഈ റാങ്ക് ഫയൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ തരുന്ന നോട്ട് വായിച്ചിട്ടോ എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്കും പല ക്ലാസ്സുകൾ കാണും, പല ആൾക്കാരുടെ ക്ലാസ്സുകൾ കണ്ട് എനിക്ക് ആ ടോപ്പിക്കിൽ എനിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. ആ കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന വെച്ച് ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ട് അതാണ് ഞാൻ പഠിക്കുന്നത്. അത് പഠിക്കുമ്പോൾ എനിക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത്, ഞാൻ പിന്നീട് ഒരു സമയത്ത് അതിനെ ഒന്ന് മറിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ ആദ്യത്തെ വരി വായിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം എൻ്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി റീഡ് ആവും. എനിക്ക് ആ ടൈം ഭയങ്കരമായിട്ട് ലാഭിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് അവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വലിയ റാങ്ക് ഫയലുകൾ പഠിക്കുന്നതിനേക്കാളപ്പുറം നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനാണ് പ്രത്യേകത. അല്ലെ, റാങ്ക് ഫയൽ വായിച്ചു വന്നതുകൊണ്ട് ജോലി കിട്ടണം നിർബന്ധമില്ല, അല്ലെങ്കിൽ വലിയ ഗൈഡ് വായിച്ചതുകൊണ്ടില്ല. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനാണ് പ്രത്യേകത. അവിടെ കൃത്യമായി ലെക്ചർ നോട്ട് ഇട്ട് നമ്മുടെ നോട്ട് തന്നെ വായിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റിവിഷന് വേണ്ടിയിട്ടും ഈ നോട്ട് യൂസ് ചെയ്യാം. റിവിഷൻ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്?
അതാ പറയുന്നത്, ഈ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ടൈം അങ്ങനെ കൊടുത്തിട്ടില്ല. റിവിഷൻ, ഞാൻ ചെയ്യുന്ന റിവിഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കണക്ക് കൃത്യമായിട്ട് നോട്ടുകൾ പക്കയായിട്ട് എഴുതി വെക്കുമായിരുന്നു. പക്കയായിട്ട് നോട്ടുകൾ എഴുതി വെക്കും. പക്ഷേ റിവിഷൻ എന്ന് പറയുന്ന ഒരു എക്സാം ഡേറ്റ് വരുമല്ലോ, എക്സാം ഡേറ്റിന്റെ ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്യും. എക്സാം ഡേറ്റിൽ നിന്ന് ബാക്കിലോട്ട് കുറച്ച് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിനും 1-2 ഡേയ്സ് ഇങ്ങനെ വെക്കും. ആ വെച്ചിട്ട് അവസാന സമയത്താണ് റിവിഷൻ കൊടുക്കുന്നത്. അവസാന സമയത്ത് റിവിഷൻ കൊടുക്കുമ്പോൾ ഞാനത് അങ്ങനെ റിവിഷൻ കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ വായിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് പല റിവിഷനും എനിക്ക് ചെയ്യേണ്ടി വന്നത്. ഇതിപ്പോ ഞാൻ എക്സാമിന്റെ ടൈമിൽ മാത്രം ഓരോ സബ്ജക്റ്റിനും ഒരു 1-2 ഡേയ്സ് കൊടുക്കും. അതിൽ ഞാൻ എന്റെ നോട്ട് ഒന്ന് റിവൈസ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് റിവൈസ് ചെയ്ത് പോകാനും അനാവശ്യമായ സമയം ഒരുപാട് കളയേണ്ടി വരത്തില്ല. അപ്പം ഒരു സംശയമുള്ളത്, ഈ എക്സാംസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ടെസ്റ്റ് സീരീസ് പോലെയോ കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ എക്സാമുകൾ ചെയ്ത് നോക്കുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്തിരുന്നോ? അത് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഞാൻ എക്സാംസ് ചെയ്യുന്നത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നെറ്റിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അതിനകത്തുനിന്ന് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അല്ലാതെ മോക്ക് ടെസ്റ്റ് അങ്ങനെ അധികം ചെയ്ത് നോക്കിയിട്ടില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായത്, നമുക്ക് അതിന്റെ ഏരിയാസ് മനസ്സിലാവും. ഏതൊക്കെ ഏരിയാസ് എന്നാണ് ചോദ്യം വരുന്നത് എന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. ആ ധാരണ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഈ എക്സാം ചെയ്യുന്നതുകൊണ്ട് ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം എക്സാം ഉള്ളത് അത് ഹെൽപ്ഫുൾ ആണ്. 2 PYQ ആണ്. എങ്ങനെയാണ് എക്സാം വരുന്നതെന്ന് PSC തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ PYQ. അത് ചെയ്യാണ്ടാണ് സത്യത്തിൽ നമ്മൾ കൂടുതലും പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് ഗുണമില്ല. ഓക്കെ, അവിടെ PYQ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതിനകത്തൊക്കെ ഒരുപാട് പോയിന്റുകളുണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോകണമെന്നൊരു നിർബന്ധമില്ല. ഈ റീക്രിയേഷൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ കുട്ടികളും കേൾക്കാൻ താല്പര്യപ്പെടുന്നതായിരിക്കും. പഠനത്തിനിടയ്ക്ക് എന്തെങ്കിലും ഇന്റർവെൽസ് ഇട്ടിരുന്നോ? എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികൾ ചെയ്തിരുന്നോ? അതായത് പഠനം രസകരമാക്കാനായി എന്തെങ്കിലും എലമെന്റുകൾ? പഠനം രസകരമാക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എലമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോ സാറ് ചോദിച്ച ചോദ്യം പഠനത്തിന്റെ ഇടയിൽ മടുപ്പ് വരുമ്പോൾ എന്താ ചെയ്യും എന്നുള്ള. പക്ഷെ എനിക്ക് മടുപ്പ് വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. കാര്യം എൻ്റെ പഠന സാഹചര്യം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. കാര്യം എനിക്ക് ആ ജോലി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഞാൻ 2021 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2023 മകള് ജനിച്ചു. അപ്പം 2024 ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ഒരാൾ ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുമ്പോൾ എനിക്ക് ഈ മടുപ്പ് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് എനിക്ക് കുറേ സമയത്ത് തോന്നിയിട്ടുണ്ട്, ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ജേണി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഈ എല്ലാവരും പരീക്ഷ അടുത്ത് വരുമ്പോഴത്തേനും പറയും കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചാ, ഞാൻ ഇതൊന്ന് പെട്ടെന്ന് പരീക്ഷ വന്നിരുന്നത് ഇതൊന്ന് അവസാനിച്ചേനെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഈ പറയുന്ന പഠനത്തിന്റെ ഇടയിലുള്ള ഇന്റർവെൽസ് മകളുമായിട്ട് സമയം ചെലവഴിക്കുമായിരുന്നു, കുടുംബമായിട്ടൊക്കെ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്തൊരു ചോദ്യത്തിനുള്ള ഉത്തരം വന്നു എങ്കിലും ഞാൻ ഒന്നുകൂടി ചോദിക്കണം, ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഒരു കുട്ടിയുടെ അച്ഛനാണ്, ഒരു ഭാര്യയുണ്ട്, അപ്പം കുഞ്ഞുണ്ട്, വീട്ടിലെ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗ്രഹനാഥൻ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് PSC പ്രിപ്പറേഷൻ അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു? അതാണ് ചോദ്യം. അതായത് ഫാമിലിയെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഫാമിലിയോട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ടോ? അത് അവരെ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അഫക്ട് ചെയ്തത്? ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റില്ല. കാര്യം എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളായിരുന്നു. എൻ്റെ വൈഫിന് അന്നൊരു കോൺട്രാക്ട് ജോലി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകാം എന്ന് സാമ്പത്തികം അങ്ങനെ മാനേജ് ചെയ്യാം. സാമ്പത്തികം ഒന്നും വലിയ സാമ്പത്തികം ഒരു കുഞ്ഞു ജോലിയാണ്, എങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പഠന സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്കൊരു ഈ പഠനം എന്നുള്ള വരുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റിവെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊന്നും പഠിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് അല്ല, പഠിക്കാനുള്ള മോട്ടിവേഷൻ തരേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സമയം കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും പഠിക്കാനൊരു എക്സ്ക്യൂസ് അല്ല, പഠിക്കാതിരിക്കാനൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ്.
അത് ശരിക്കും അത് പഠിക്കാനുള്ള മോട്ടിവേഷൻ ആവണം. അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട. ഈ 1ാം റാങ്ക് എന്ന് പറയുന്നതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് വേണം ചിന്തിക്കുക. അയ്യോ ചിലർ പറയും അവനെ 1ാം റാങ്ക് കിട്ടി, അത് അവന്റെ ലക്കാണ്, ഭാഗ്യമാണ്. എന്നോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കണം. അതെ, തീർച്ചയായും. ഇനിയും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു, റിവിഷനും എക്സാമും ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഇത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ടൈം ടേബിൾ സെറ്റ് ചെയ്യുമായിരുന്നു? ഓരോ ദിവസവും ഉണ്ടായിരുന്നോ? ഞാൻ പ്രത്യേകിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടൊന്നുമല്ല പഠിക്കുന്നത്. നോർമലി എനിക്ക് കിട്ടുന്ന ടൈം എപ്പോഴാണോ അത് പഠിക്കും. പിന്നെ എൻ്റെ പഠന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ടായിരുന്നു ഒരു ദിവസം കുറച്ച് സമയം ഒരു വിഷയം, അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം എന്നുള്ള രീതി. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഒരു ടോപ്പിക് എടുക്കും, ആ ടോപ്പിക് എന്നാണോ തീരുന്നത് അത് വരെ ആ ടോപ്പിക് ഞാൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 2 ദിവസം എടുക്കുമായിരിക്കും ആ ഒരു ടോപ്പിക്ക് മുഴുവൻ പഠിച്ച് ഞാൻ നോട്ട് തയ്യാറാക്കി കഴിയാനായിട്ട്. അപ്പോൾ 2-3 ദിവസം എടുത്താൽ പോലും ആ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് ചാടുകയുള്ളൂ. അങ്ങനെ ആയിരുന്നു. അതായത് ഒരു റുട്ടീൻ നമ്മൾ ഇട്ടിരുന്ന ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് കടക്കുള്ളായിരുന്നു. ചുമ്മാ അതായത് ഇപ്പൊ എന്റെ ഒരു തോട്ടില് ഒരു സാധനം പകുതിക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് എന്റെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ അടുത്ത ഒരു സ്ഥാനത്തിലേക്ക് പോകുള്ളൂ. വെരി ഗുഡ്. ഓക്കെ. അപ്പം അതിനകത്തൊരു പോയിന്റ് ഉള്ളത്, ഇപ്പം ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചോണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം രണ്ടുമില്ലാതായി പോകും. അതാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു ടൈം ടേബിൾ ഇല്ല, എന്നാലും ഒരു ടാർഗറ്റ് മനസ്സിൽ സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുള്ളത്, ഒരു ലിമിറ്റഡ് ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം എക്സാം വരുന്നുണ്ട്. 2024 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, കാരണം സിലബസിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ, അയ്യോ സിലബസ് തീരത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ? സിലബസ് തീരുമെന്നുള്ള ടെൻഷൻ ഇല്ലായിരുന്നു. കാര്യം ഒരാൾക്കും സിലബസ് തീർക്കാൻ പറ്റില്ല. തീർച്ചയായും അതാണ് സംഭവം. പക്ഷെ നമ്മൾ എത്രത്തോളം അത് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ കുറച്ച് സ്ട്രോങ് ഏരിയാസ് ഉണ്ട്. ആ സ്ട്രോങ് ഏരിയാസ് ഞാൻ കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും. കാര്യം അതിൽ നിന്ന് ഒരു മാർക്കും എനിക്ക് നഷ്ടപ്പെടരുത്. എനിക്ക് കുറച്ച് വീക്ക് സബ്ജക്ട്സ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ടോപ്പിക്സ് നിന്ന് കിട്ടുന്ന മാർക്ക് എനിക്ക് നഷ്ടപ്പെടരുത്. അഡീഷണൽ ബോണസ് മാർക്ക് എനിക്ക് വേണ്ട, പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ആവറേജ് എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് എനിക്ക് കിട്ടണം. അങ്ങനെയാണ് ഞാൻ വീക്ക് സബ്ജക്ട് മാനേജ് ചെയ്തത്. പിന്നെ ഒട്ടും പറ്റാത്ത കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്. അതിനുദാഹരണമാണ് ആർട്സ് കൾച്ചറിന്റെ ആ ഒരു മേഖല. ആ മേഖല എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ മേഖല ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുമായിരുന്നു. ഒഴിവാക്കുക ഇൻ ദ സെൻസ്, ഞാൻ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ടായിട്ട് വരുന്ന അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാരങ്ങളോ അത്തരം കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തുകൊണ്ട് പോകും. അല്ലാതെ ഈ കൃതി എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഏത് കഥയിലെയാണ്, നോവലിലെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ ഞാൻ കറണ്ട് മാത്രം നോക്കി പോകും. അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി. ഒരു ദിവസം എത്ര അവേഴ്സ് ഉണ്ടായിരുന്നു പ്രിപ്പറേഷന് വേണ്ടി? അതായത് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഫുൾ ടൈം പഠിക്കുകയാണ്, ജോലി രാജിവെച്ചു, ഫുൾ ടൈം പഠനമാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ? ഒരു ദിവസം ടൈം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു ടൈം ഒന്നുമില്ല. ഒരു മണിക്കൂർ പഠിച്ച ദിവസങ്ങളും ഉണ്ട്, 15-16 മണിക്കൂർ പഠിച്ച ദിവസങ്ങളും ഉണ്ട്. അതെനിക്ക് ടൈം കൺവീനിയൻസ്, ദിവസം കൺവീനിയൻസ്, മറ്റു കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് എനിക്ക് കഴിയുന്ന സമയത്ത് ഞാൻ പഠിക്കുമായിരുന്നു. അതായത് ഓൺ ആൻ ആവറേജ് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ മിനിമം കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ കിട്ടാറില്ല. ചില ദിവസങ്ങളിൽ ഈ പറയുന്ന കണക്ക് 1 മണിക്കൂറൊക്കെ പഠിച്ച ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഡേയ്സ് മൊത്തത്തിൽ ഫുൾ ടൈം ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം. നാളെ ആവട്ടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞു, ആ ചോദ്യത്തിന് ഉത്തരം നേരത്തെ പറഞ്ഞു, അതായത് ആവശ്യമാണ്, നീഡാണ്. അപ്പൊ നീഡ് എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും. തുടക്കത്തിൽ 2017 ഒരു പക്ഷേ നീഡ് അല്ലായിരുന്നു, അന്നൊരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അന്ന് ഞാൻ പഠിക്കുന്നില്ലായിരുന്നു. പറഞ്ഞല്ലോ ഓൾറെഡി. അന്ന് ക്ലാസ്സിന് പോകുന്നുണ്ട്, വെറുതെ അതൊരു കോളേജ് വൈബായിരുന്നു. എന്റെ കോളേജിലെ 2-3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം അവിടെ പോകും. എനിക്ക് തോന്നുന്ന ദിവസം പോകും, ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. വേറെ പഠനമൊന്നും ഇല്ലായിരുന്നു. പഠനം സീരിയസ് ആയിട്ട് തുടങ്ങിയത് ഞാൻ ഈ പറഞ്ഞ 2022 ശേഷം 2024 കൃത്യമായിട്ട്. വീട്ടിൽ നിന്ന് തന്നെയാണോ പഠിക്കുന്നത്? അതായത് എന്തെങ്കിലും ലൈബ്രറിയോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ അങ്ങനെ എന്തെങ്കിലും ആണോ? സ്വന്തം? ഇല്ല, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. പ്ലസ് വീട്ടിലിരുന്നുണ്ടായിരുന്നു പ്രിപ്പറേഷൻ. അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്തോണ്ട്, സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഒരു സോ കോൾഡ് PSC വൈബിനെ എല്ലാം തെറ്റിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അത് എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. ഡിപ്പെൻഡ് ആണ്. ഇപ്പം ഒരു PSCയുടെ പരീക്ഷയുടെ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്.
ഇപ്പം എനിക്ക് വർക്കൗട്ട് ആയെന്ന് പറഞ്ഞ് അടുത്ത ആൾക്ക് അത് വർക്കൗട്ട് ആയില്ല. പല ആൾക്കാർക്കും വർക്കൗട്ട് ആയ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ഇതൊക്കെ ഓരോരുത്തരുടെ മറ്റേ കോശം പറയുന്നത് പോലെ പെർസ്പെക്റ്റീവിനും അവരുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊക്കെ കേട്ടിട്ട് ഇതിനകത്തെ പോയിന്റുകൾ എടുക്കാം. ഇപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ PSC പഠിക്കുമ്പോൾ ഒരു റൂട്ട് മാപ്പ് ഒന്നും ഇല്ല. അതെ, നമ്മുടെ വഴി ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വഴിയിൽ നമ്മൾ കൃത്യമായിട്ട് പോവുക, സഞ്ചരിക്കുക. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ആണ് 1ാം റാങ്ക് വഴി ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് എല്ലായിടത്തും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഒരു റൂട്ട് ഉണ്ടാക്കുക, ആ റൂട്ടിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. പ്രിലിംസിന്റെ സ്ട്രാറ്റജി അല്ല മെയിൻസിന് എടുക്കേണ്ടത്. അപ്പൊ എന്തായിരുന്നു പ്രിലിംസിന് സ്ട്രാറ്റജി? ഏത് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു? അത് മെയിൻസിലേക്ക് വന്നപ്പോൾ എങ്ങനെയായി? സത്യത്തിൽ ഞാൻ പ്രിലിംസിന് കൊടുത്തിട്ടേ ഇല്ല ഇമ്പോർട്ടൻസ്. ബിക്കോസ് എനിക്ക് പ്രിലിംസ് നേരത്തെ കിട്ടുന്നുണ്ടായിരുന്നു. പ്രിലിംസ് എപ്പോഴും മുന്നേ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിലിംസിന് ഞാൻ ഒരു ഫോക്കസും കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന മെയിൻസിന് വേണ്ടിയിട്ടാണ്. മെയിൻസിന്റെ സിലബസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻസിന്റെ സിലബസ് തന്നെയാണ് ഈ പ്രിലിംസിനും ഉള്ളത്. പക്ഷേ മാർക്കിന്റെ വെയിറ്റേജ് 5 മാർക്ക് എന്നുള്ളത് 10 മാർക്ക്, അങ്ങനെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പല ഇപ്പൊ മാത്സ് പ്രിലിംസിന് വരുമ്പോഴത്തേക്കും 20 മാർക്ക് വരും, മെയിൻസിന് വന്നപ്പോഴത്തേക്കും 13 മാർക്കിനായി. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ടില്ല. മെയിൻസിന്റെ സിലബസ് എടുത്ത് വെച്ച് പഠിക്കുകയായിരുന്നു. പിന്നെ മെയിൻസിന്റെ സിലബസ് എനിക്ക് കുറച്ച് സെക്കൻഡ് പേപ്പർ വന്നപ്പോഴത്തേനും എനിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം പുതിയ ടോപ്പിക്സ് ആണ്. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എല്ലാവർക്കും ഒരേപോലെ ആണ്. പ്ലസ് എനിക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. ഞാൻ MSW പഠിച്ചപ്പോൾ അതിന്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങളാണെങ്കിൽ പോലും കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഞാനത് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വന്തമായിട്ട് അതും ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോട്ട് ഉണ്ടാക്കിയത് ഞാൻ ഇഗ്നുവിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഞാൻ സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ പ്രിന്റഡ് നോട്ടാണ് ഉണ്ടാക്കി. അതായത് അതിനകത്തുനിന്ന് സാധനങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു നോട്ടാക്കി സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഡോക്യുമെന്റ് ആക്കി അത് ഞാൻ പ്രിന്റ് എടുത്തു. മനസ്സിലായി. അത് പ്രിന്റ് എടുത്ത് അത് വെച്ചിട്ടാണ് ഞാൻ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ശരി. എന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു. അതായത് 2 പേപ്പറായി മെയിൻസ്. പ്രിലിംസ് ഓൾറെഡി കവർ ആവും. പക്ഷെ മെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് 2 പേപ്പറുകളായി. അപ്പൊ ഈ 2 പേപ്പറിൽ ഒരു ടെൻഷൻ ഇല്ല, കാരണം അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ടൈം പീരീഡ് കിട്ടി എന്ന് തോന്നിയോ? അതായത് കുറച്ചും കൂടെ സമയം വേണമായിരുന്നു അങ്ങനെ മെയിൻസിന് വേണ്ടിയിട്ട്, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടിയിട്ട്. കാരണം പ്രിലിംസ് കഴിഞ്ഞ ആ ഒരു സമയത്തല്ലേ മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു ത്വര മനസ്സിൽ കയറി. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിൻസിന്റെ സിലബസ് ആണ് പഠിച്ചത്. അപ്പം മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ് ആണ് പ്രിലിംസിന് വേണ്ടി ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് മെയിൻസിൽ ഇനി ഫസ്റ്റ് പേപ്പറിന് വേണ്ടി ടൈം കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഞാൻ സെക്കൻഡ് പേപ്പർ മാത്രം ഫോക്കസ് ചെയ്താണ് ഈ പരീക്ഷ കഴിഞ്ഞ്, അതായത് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് വരെ ഞാൻ സെക്കൻഡ് പേപ്പറിന് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. എന്നിട്ട് അവസാനം പരീക്ഷയ്ക്ക് 1 മാസം മുന്നേ ഞാൻ ഫസ്റ്റ് പേപ്പറിന് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടിയെടുത്തു. അങ്ങനെയുള്ളതായിരുന്നു. ഇപ്പം പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ്. കാരണം 50% കോൺട്രിബ്യൂഷൻ ഉണ്ട്. നേരെ മെയിൻസിലോട്ട് വരുമ്പോൾ 30 മാർക്ക് ഫസ്റ്റ് പേപ്പറിൽ അവിടെയും കിട്ടുന്നുണ്ട്, ഇംഗ്ലീഷിനും മാത്സ് മലയാളത്തിനും കൂടെ ചേർത്തിട്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ, അതോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണോ ചെയ്തിരുന്നത്? മാത്സ് എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. ഞാൻ ഡിഗ്രി മാത്സാണ് പഠിച്ചത്. മാത്സ് എൻ്റെ സ്ട്രോങ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് മാത്സിന് എനിക്ക് അധികം ടൈം കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മാത്സ് ദിവസം ചെയ്യാറില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രം മാത്സ് പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് മലയാളം എനിക്ക് കുറച്ച് വീക്കായിരുന്നു, വൊക്കാബുലറി പാർട്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ടെലഗ്രാം ചാനൽസ് യൂസ് ചെയ്തു. മാക്സിമം ടെലഗ്രാം ചാനൽസ് യൂസ് ചെയ്ത് പോൾസ് ചെയ്തു ഇംപ്രൂവ് ആക്കിയതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ എനിക്ക് 1-2 PDF മെറ്റീരിയൽസ് കിട്ടി. ഈ 2018-19 മുതൽ ചോദിച്ച PVQ എന്ന് പറഞ്ഞ 1-2 PDF മെറ്റീരിയൽസ് കിട്ടി. അത് മലയാളത്തിന്റെ ആ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ ഇംഗ്ലീഷിന്റെ അതുപോലത്തെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മലയാളം ഇംഗ്ലീഷൊക്കെ റിപ്പീറ്റ് ചെയ്താണ് വൊക്കാബുലറി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, പ്രീവിയസ് വന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ അത് മൊത്തം പഠിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ ഈ പറയുന്ന പോൾസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പോൾസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ച് അതിനൊരു ടൈം ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ടെലഗ്രാം എടുക്കും, പോൾ ചെയ്യും. അപ്പോൾ അത് റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ പഠനത്തിന്റെ ടൈമിൽ നിന്ന് അത് മാറുന്നില്ല. മനസ്സിലായി. ഫ്രീ ടൈമിലൊക്കെ ഞാൻ അത് ചെയ്യുമ്പോഴത്തേനും റെഗുലർ ആയിട്ട് ഇത് ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഫോളോ അപ്പ് നടക്കുന്നുണ്ട്.
പക്ഷെ എന്റെ ടൈം പോകുന്നില്ല. പോകുന്നില്ല, അതായത് ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് അങ്ങ് നടന്നു അതെ. പോയിക്കോളൂ എന്നുള്ളതാണ്. ശരി, ഓക്കെ, നല്ല സ്ട്രാറ്റജിയാണ്. ഇനി കറണ്ട് അഫെയറിലേക്ക് വന്നാൽ, ഇപ്പം പ്രിലിംസിന് കറണ്ട് അഫെയർ സ്പെഷ്യലി പറഞ്ഞിട്ടില്ല, എന്നാലും കുറെ ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു പോർഷൻ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഉണ്ട് താനും. അപ്പൊ എങ്ങനെയാണ് ഈ കറണ്ട് അഫെയറിനെ ഹാൻഡിൽ ചെയ്തത്? നമ്മുടെ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മെയിൻസിൽ കറണ്ട് അഫെയർ സെപ്പറേറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ LD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കറണ്ട് അഫെയറിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് ഞാൻ പഠിച്ചു. ശരി ശരി. മീൻസ് ആ സമയത്ത് അതും ഈ ടെലഗ്രാം ഗ്രൂപ്പ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പല ചാനൽസിൽ ഇങ്ങനെ വരുന്ന കറണ്ട് അഫെയറിന്റെ കാര്യങ്ങളുണ്ടല്ലോ, അത് നോക്കുമായിരുന്നു. സ്ക്രോൾ ചെയ്ത് നോക്കി പോവായിരുന്നു. പിന്നെ ഡിഗ്രി ലെവലിലേക്ക് വന്നപ്പോഴത്തേനും കറണ്ട് അഫെയറിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നോക്കി പോവുക എന്നുള്ളതിനപ്പുറം അതൊരു എഴുതി വെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കി എന്റെ മൈൻഡിൽ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ പറഞ്ഞ ഉത്തരത്തിന്റെ ബാക്കിയാണ്. നേരത്തെ പറഞ്ഞു നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയി എന്നുള്ളൊരു സംഭവം. അതായത് 2017 തൊട്ടേ നാട്ടുകാർക്കറിയാം PSC പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്തൊക്കെ PSC പ്രിപ്പറേഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പം ഇത് എപ്പോഴെങ്കിലും ഒരു ബാക്ക് ഫയർ ആയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാർ എപ്പോഴും ചോദിക്കുന്നു, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ, കാരണം ഇത് ഒരുപാട് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. കാര്യം ഞാൻ പറയട്ടെ, ഞാൻ 2017 ഇറങ്ങിയെങ്കിലും 2018 ആദ്യം തന്നെ ഞാനിത് നിർത്തി ഞാൻ വേറെ മേഖലയിലേക്ക് പോയി. വേറെ മേഖലയിലേക്ക് പോയി ഞാൻ PG പഠിക്കുകയായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുമായിരുന്നു. 2024 വരെ എനിക്ക് ജോലിയുണ്ട്. ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം അല്ലേ ഉള്ളൂ. അതിനുശേഷം അങ്ങനെ അധികം ചോദ്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച്, ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഇപ്പം നിങ്ങൾ എന്ത്, ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, വൈഫും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ വൈഫിന്റെ അടുത്തായാലും പല ചോദ്യങ്ങൾ വരും, വൈഫ് വർക്ക് ചെയ്യുന്നിടത്തായാലും പല ചോദ്യങ്ങൾ വരും, ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും പ്രഷർ ഒന്നും എന്തായാലും വലിയ പ്രഷർ അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, കൂളായിരുന്നു. അതൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. കാരണം ചില ആളുകൾക്ക്, ചിലരോട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരുമ്പോഴത്തേക്ക് അവർ മടുക്കും, ഇതിന് മറുപടി പറയാൻ വയ്യാത്തതൊന്നും മടുക്കും. അത് പേടിച്ച് PSC പ്രിപ്പറേഷൻ നടത്താത്ത ആളുകളുമുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. ഇനിയിപ്പം ലാസ്റ്റ്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലാസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, നിലവിൽ ഒരുപാട് കുട്ടികൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ മെയിൻസ് പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ പ്രിലിംസ് ചെയ്ത് കഴിഞ്ഞ കുറേ ആളുകൾ, സൂപ്പർ നോട്ട്സിൻ്റെ ഒരുപാട് കുട്ടികൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുകൂടാതെ അടുത്ത വർഷത്തെ പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള ഒരു പരീക്ഷ ഗസറ്റഡ് റാങ്കാണ് വരുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അത് ഞാൻ പറയാം. അത് ഞാൻ ഈ പറഞ്ഞ LD പരീക്ഷ 2024 ആണ് നടക്കുന്നത്, ജൂലൈയിലാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിന്റെ നോട്ടിഫിക്കേഷൻ പ്രിലിംസ് പരീക്ഷ ആ മാസം ജൂണിൽ നടന്നു, ആ വർഷം ജൂണിൽ നടന്നു. അപ്പൊ ഇത് രണ്ടും ഞാൻ പ്രിലിംസ് ക്വാളിഫൈ ആയി. അപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ നവംബറിലോ മറ്റോ ആണ്, നവംബറിലോ ഡിസംബറിലോ. കേരള ബാങ്കിന്റെ പരീക്ഷയും ആ സമയത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് LD കഴിഞ്ഞ ഒരു 3 മാസം സമയമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് സെക്കൻഡ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് പേപ്പർ ഞാൻ ധരിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പേപ്പർ ഭയങ്കര പാടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന് പഠിക്കേണ്ട കാര്യമില്ല എന്ന്, ആ ഒരു പരീക്ഷ നമുക്ക് ഇനി നോക്കണ്ട എന്നുള്ള രീതിയിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അത് വിട്ടു. പക്ഷെ എനിക്ക് ആ പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, ലിസ്റ്റിലൊന്നും വന്നില്ല, അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. കാര്യം ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യില്ല, ഫസ്റ്റ് പേപ്പർ മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ നടന്ന കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറുടെ പരീക്ഷയ്ക്ക് ഞാൻ ക്രാക്ക് ചെയ്തു. അപ്പോയിന്റ്മെന്റും വന്നു, പക്ഷെ ജോലിക്ക് ജോയിൻ ചെയ്തില്ല, അപ്പോയിന്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ. അതായത് ആ സമയത്ത് ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. ഈ ആ പഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് തിരിച്ചൊരു പോക്ക്, അതായത് ഇപ്പം നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്, അപ്പം വീണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗസറ്റ് റാങ്ക് ആയതുകൊണ്ട് ചോദിച്ചാൽ? ഇല്ല, തൽക്കാലം നോക്കുന്നില്ല. ഇത് തന്നെ സെക്രട്ടറി പ്രിഫർ ചെയ്യുന്നത്. ഇനി മറ്റെന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? വേറെ ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, മറ്റെന്തെങ്കിലും സ്വപ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല. ഞാൻ ഈ PSC പഠനം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പഠനം ഞാൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞ 2025 സെപ്റ്റംബർ 27 ഞാൻ അവസാനിപ്പിച്ചു. 27 തോന്നുന്നു, ഡേറ്റ് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ആ ദിവസം ഞാൻ പരീക്ഷ പ്രിപ്പറേഷൻ അവസാനിപ്പിച്ചു. കാര്യം അത്രയ്ക്ക് ഹെക്റ്റിക് ആയിരുന്നു, മൈൻഡ് മൊത്തം അതായിരുന്നു. അതിൽ നിന്നൊരു റിലീഫ് വേണമായിരുന്നു, അത് അന്ന് പൊട്ടിച്ചെറിഞ്ഞു. അത് ഇനിയിപ്പോ സ്വപ്നങ്ങളൊക്കെ വരട്ടെ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇനി പരീക്ഷകൾ വരുമ്പോൾ ട്രൈ ചെയ്യാം എന്നുള്ള. ഇപ്പൊ നിലവിലൊന്നും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും. ഓക്കെ. ഇനി ഞാൻ നേരത്തെ ചോദിച്ചതിലേക്ക്, കാരണം ഇപ്പൊ എഴുതാൻ പോകുന്ന, മെയിൻസ് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, അടുത്ത പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇവരോട് അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്,
കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. വേറെ ഇപ്പോൾ നിങ്ങൾ ഇന്ന മെത്തേഡിലൂടെ പോയാലേ കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഒരു മെത്തേഡ് വേറെ. സാധാരണ PSC ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പം നിങ്ങളുടെ മെത്തേഡ് എന്താണോ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് എന്താണോ, വീക്ക് ഏരിയാസ് എന്താണോ നിങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് അത് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക, റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ എനിക്ക് ഈ സംസാരത്തിനിടയ്ക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ മാറ്റുന്നു. അപ്പം ഈ പറയുന്ന അഭിഷേക് പറഞ്ഞ കാര്യങ്ങൾക്കകത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്, അഭിഷേകിന്റെ സ്ട്രാറ്റജി വളരെ ഡിഫറെൻ്റ് ആണ്. ആ സ്ട്രാറ്റജി തന്നെ ഞാൻ ഇനി ഫോളോ ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുന്നതായിക്കോട്ടെ, ഇതൊക്കെ ഓരോരുത്തരുടെ ശൈലിക്ക് അനുസരിച്ച് വേണം ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു കാര്യം പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, പഠിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു കാരണമല്ല, ഇതൊക്കെ ഒരു മോട്ടിവേഷനാക്കി മാറ്റണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ 1ാം റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം വന്നതിൽ. ദെൻ മുന്നോട്ട് ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് മേഖലകളിലേക്ക് പോകാൻ പറ്റട്ടെ, കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തു നിന്ന് നേരുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, പഠിച്ചു തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യണ്ട. സമയം ഒരുപാട് നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ ഉണ്ടായിന്ന് വരത്തില്ല. അവസാനം അതൊരു ദുഃഖമായിട്ട് മാറരുത്. 8281222366 നമ്പറിലേക്ക് വിളിക്കാം. എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.